ഹമാസിന് തുർക്കിയിൽ ഓഫീസിലെന്ന് തുർക്കി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അതിന്റെ ഓഫീസുകൾ തുർക്കിയിലേക്ക് മാറ്റി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നത്. ഹമാസിലെ അംഗങ്ങൾ ഇടയ്ക്കിടെ രാജ്യം സന്ദർശിക്കാറുണ്ടെന്നും മാധ്യമങ്ങളെ ഉദ്ധരിച്ച് തുർക്കി വൃത്തങ്ങൾ പറഞ്ഞു. ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ തങ്ങളുടെ പങ്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന ഖത്തറിന്റെ സമീപകാല പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ ഓഫീസ് തുർക്കിയിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നത്. അതേസമയം രാജ്യത്തെ ഹമാസ് അംഗങ്ങളെ പുറത്താക്കി എന്ന രീതിയിൽ വരുന്ന വാർത്തകളെ ഖത്തർ നേരത്തെ തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്. ഹമാസിനെ ഒരു വിമോചന പ്രതിരോധ പ്രസ്ഥാനമായി അംഗീകരിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ തുർക്കിയും ഉൾപ്പെടും. അവരെ തീവ്രവാദികളായി കാണുന്ന ഇസ്രയേലിനെ പിന്തുണക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ മുൻകാലങ്ങളിൽ രാജ്യത്ത് സന്ദർശനങ്ങൾ നടത്തിയിരുന്നു. ഫലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനത്തിനായി കഴിഞ്ഞ വർഷം പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ അന്തരിച്ച ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെയും തുർക്കിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഇറാനിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കളെയും ഓഗസ്റ്റിൽ എർദോഗാൻ സ്വീകരിച്ചു. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞയെടുക്കുമ്പോൾ ഇരുപക്ഷവും ഒരു പൊതു അടിത്തറ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടതിനാൽ മാസങ്ങളായി വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചു നിൽക്കുകയാണ്. 1967 യുദ്ധത്തിനു മുൻപ് ഫലസ്തീനികൾക്കുണ്ടായിരുന്ന അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കി ഒരു പരമാധികാരവും സ്വതന്ത്രവുമായ രാഷ്ട്രം ഫലസ്തീനികൾക്ക് നൽകുക എന്ന ഫോർമുലയിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് തുർക്കി. അത്തരം ഒരു സമീപനത്തിന് മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് തുർക്കിയുടെ വാദം.